മകരവിളക്ക് ദർശനത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ശബരിമല സന്നിധാനം. മകരജ്യോതി ദർശനത്തിന് പതിനായിരങ്ങളാണ് അയ്യന്റെ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ശാസ്താവിന്റെ വിഗ്രഹത്തിൽ അണിയിക്കാനുള്ള തിരുവാഭരണങ്ങൾ അടങ്ങിയ പേടകവുമായി പുറപ്പെട്ട ഘോഷയാത്ര നാളെ സന്നിധാനത്ത് എത്തിച്ചേരും. സ്വാമി ശരണം സാധാരണ ഗുഡ് മോർണിംഗ് പറഞ്ഞാണ് തുടങ്ങുന്നത്. ശബരിമലയിലായതുകൊണ്ട് ഒറ്റ വിഷു മാത്രമേ ഉള്ളൂ, സ്വാമി ശരണം. ഇവിടെ എല്ലാത്തിനും സ്വാമി ശരണം എന്നാണ്. ഏതായാലും മകരവിളക്ക് മഹോത്സവത്തിന് ഇനി ഒരു രാത്രിയും ഒരു പകലും മാത്രമേ ഉള്ളൂ. മകര സംക്രമ പൂജയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ശബരിമല സന്നിധാനം. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സുരക്ഷാ സജ്ജീകരണങ്ങളെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കി കഴിഞ്ഞു. ആചാരപരമായ ക്ഷേത്രത്തിലെ ഈ മകര സംക്രമവുമായി ബന്ധപ്പെട്ട പൂജകൾക്കുള്ള ഒരുക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പൂജകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ പ്രാസാദ ശുദ്ധിക്രിയയായിരുന്നു, ഇന്നിപ്പോൾ ബിംബ ശുദ്ധിക്രിയയുണ്ട്. നാളെ മകര സംക്രമം എന്ന് പറയുന്നത് 3/8 മകരസംക്രമം. അതായത് ധനുരാശിയിൽ നിന്ന് സൂര്യൻ മകരം രാശിയിലേക്ക് കടക്കുന്ന ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് 3/8. അതുകൊണ്ട് മകരസംക്രമ പൂജയ്ക്ക് വേണ്ടി നാളെ നട തുറക്കുന്നത് ഉച്ചയ്ക്ക് 2:45. 2:45 നട തുറന്ന് 3 മണി മുതൽ മകരസംക്രമ പൂജകൾ ആരംഭിക്കും. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേക മുദ്രയിൽ കൊണ്ടുവന്ന നെയ്യാണ് ഭഗവാന് മകരസംക്രമ സമയത്ത് അഭിഷേകം ചെയ്യുന്നത്. അതിനുശേഷമാണ് തിരുവാഭരണ ഘോഷയാത്ര വൈകുന്നേരത്തോടെ 6 മണി കഴിയുന്നതോടുകൂടി സന്നിധാനത്തേക്കുള്ള പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കുന്നത്. 6:40 ഭഗവാന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. അതിനുശേഷം പൊന്നമ്പലമേട്ടിൽ ഏവരും കാത്തിരിക്കുന്ന മകരവിളക്ക് മഹോത്സവം അല്ലെങ്കിൽ മകരവിളക്ക് ദർശനം ലഭിക്കും. ആകാശത്ത് മകരജ്യോതി ഉദിക്കും ആ സമയത്ത്. അങ്ങനെ മൊത്തം ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ശബരിമല സന്നിധാനം മാറുകയും ചെയ്യും. അത് നാളത്തെ കാഴ്ചകൾ, നമ്മൾ കാണാനിരിക്കുന്ന കാഴ്ചകൾ. അങ്ങനെ എത്ര മകരവിളക്ക് നമ്മൾ കണ്ടു കണ്ണാ? എത്ര മകരവിളക്കുകൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഓരോ മകരവിളക്ക്, അടുത്ത ഓരോ മകരവിളക്ക് വരുമ്പോഴേക്കും അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്. ഇനി എത്ര മകരവിളക്ക് കണ്ടു എന്ന് പറഞ്ഞാലും നാളത്തെ ആ ഒരു നിമിഷമാകാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്. ഇപ്പം എൻ്റെയോ അനന്തസ്വാമിയുടെയോ പോലെയല്ല, എല്ലാവരുടെയും മനസ്സത് തന്നെയാണ്. ഇപ്പം വൃശ്ചിക മാസത്തിൽ 1-ാം തീയതി നമ്മൾ മലയിടുന്നു. ഈ ഇത്രയും കഠിനമായിട്ടുള്ള മലയൊക്കെ കയറി വന്നിട്ട് മലയിറങ്ങി തിരിച്ചു പോകുന്ന സമയത്ത് ഇനി അടുത്ത തവണ വരേണ്ടതില്ല എന്നുള്ള മാനസികാവസ്ഥയിലായിരിക്കും പോവുക. പക്ഷേ അത് വൃശ്ചിക മാസത്തെ ഒരു ആ ശരണംവിളികളുടെ നാളുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും മാലയിട്ടിരിക്കും, അയ്യപ്പ ഭക്തന്മാർ മാലയിട്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഓരോ സമയത്തും ഈ മകരവിളക്ക് സമയങ്ങളിലേക്ക് വളരെ വിശദമായി 7:30 മുതൽ വളരെ വിശദമായി വിശാലമായി തന്നെ ഈ വിവരങ്ങളിലേക്കും നിങ്ങളുടെയൊക്കെ അനുഭവത്തിലേക്കും കടക്കാനുണ്ട്. വളരെ നന്ദി രണ്ടാളും നമുക്കൊപ്പം മാതൃഭൂമി ന്യൂസിന് ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വിവരങ്ങൾ നൽകുകയാണ്. ഒരാളെ കൂടി കാണാനുണ്ട്, നമ്മുടെ ഹരികൃഷ്ണൻ സ്വാമിയാ. എവിടെ? മോത്തി പറഞ്ഞതുപോലെ 7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ശബരിമല സന്നിധാനത്ത് നിന്നുള്ള ഭക്തിസാന്ദ്രമായ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. മോത്തി സൂചിപ്പിച്ചതുപോലെ ഹരിസ്വാമി എത്താനുണ്ട്. 7:30 ഞങ്ങൾ 3 പേരും ഈ സന്നിധാനത്തുണ്ടാകും. അയ്യപ്പ ഭക്തരുടെ വിശേഷങ്ങൾ, ശബരിമല സന്നിധാനത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അപ്പോൾ 7:30 സന്നിധാനത്തേക്ക് മടങ്ങി വരാം. അനന്തൻ സ്വാമിക്കും കണ്ണൻ സ്വാമിക്കും ഒപ്പം TS ഹരികൃഷ്ണ സ്വാമിക്കും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസ. ഒപ്പം അവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾക്കായി കാത്തിരിക്കുന്ന മനുഷ്യരാണ്. എത്രയോ കാതങ്ങൾ ദൂരെ നിന്ന് യാത്ര ചെയ്തു വരുന്ന മനുഷ്യരാണ്. ആരോഗ്യവും സൗഖ്യവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.